നമുക്ക് ഏറ്റവും പ്രയോറിറ്റിയിൽ അറിയേണ്ടത് ബാക്കി കാര്യങ്ങൾക്കൊക്കെ അപ്പുറം എങ്ങനെ പൊളിഞ്ഞു അതിനൊക്കെ അപ്പുറം ഇതിനകത്ത് ആൾക്കാരുണ്ടോ എന്നത് മാത്രമാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ടോബി, രണ്ടുപേരുണ്ടെന്ന് അൽകുമാർ എന്ന് പറയുന്ന ചേട്ടൻ പറഞ്ഞ് അവരെ എടുത്ത് മാറ്റിയായിരുന്നു. അവർ കുറച്ച് ഗുരുതരാവസ്ഥയിലാണ്. നമ്മൾ നേരത്തെ അൽകുമാർ ചേട്ടൻ പറഞ്ഞായിരുന്നു, അദ്ദേഹം നേരിട്ട് കണ്ട കാര്യമാണ്. ഇതിനകത്ത് ആൾക്കാരുണ്ടോ എന്നത് നമുക്ക് എപ്പോൾ അറിയാൻ പറ്റും ടോബി? ആശ്മി, ഇപ്പോൾ നമ്മൾ സംസാരിച്ച വ്യക്തി പറഞ്ഞതും അതുപോലെ തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയവരടക്കമുള്ളവർ അരുണ ഇവിടേക്ക് വരും പറയുന്നത് രണ്ടുപേർ മാത്രമേ ഉള്ളായിരുന്നു. അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ചോദിക്കാം. ഉണ്ടായിരുന്നു 45 ഇയേഴ്സ്, ചെറിയൊരു ലാസറേഷൻ സൈഡ് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു, അതിൽ പിടിച്ച് രണ്ടുപേരായിട്ട് കൊണ്ടുപോയി. കുഴപ്പമില്ലാത്ത ഇഞ്ചുറീസ് ആയിരുന്നു. രണ്ടുപേര് മാത്രമായിരുന്നു? അല്ല, ഇത് റുഡിമെന്ററി യൂസ് ചെയ്യുന്നില്ല. രണ്ടുപേരും ഒരു ലേഡി, ഒരു 45 ഇയേഴ്സിലുള്ള ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡിക്ക് മൈനസ് സ്ക്രാച്ചസേ ഉള്ളൂ. അപ്പം സ്ട്രെച്ചറിൽ കൊണ്ട് കാഷ്വാലിറ്റി എത്തിച്ചിട്ടുണ്ട്. എല്ലാം ഫാസ്റ്റ് ആയിരുന്നു, ഒരു ഡിലേ ഉണ്ടായിരുന്നില്ല. എല്ലാം റാപ്പിഡ് ഫാസ്റ്റ് കൺട്രോൾ ആയിരുന്നു. ഒരു കുഴപ്പമില്ല, കൺട്രോളിലാണ്. ടോട്ടൽ 2+1. ഒരാൾക്ക് ചെറിയൊരു ഇഞ്ചുറി, പിന്നെ പ്രശ്നം ഈ ബോർഡിലുള്ള ആൾക്കാർ, ഒരു കൊച്ചുകുട്ടിയും ആൺകുട്ടിയായിരുന്നു. ഈ ബോർഡിലുള്ള കണ്ടില്ല. ആശ്മി, എന്തായാലും ഇവിടെയുള്ളവർ രക്ഷാപ്രവർത്തനം നടത്തിയവർ പറയുന്നത് രണ്ടുപേരാണ്. ഒരു 45 വയസ്സുള്ള സ്ത്രീയും ഒരു പെൺകുട്ടിയുമാണ് ഉണ്ടായിരുന്നതാണ്. രണ്ടുപേരെയും ഉടൻ തന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് ഇവർ പറയുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റാരും ഇല്ലായിരുന്നു, ബാത്റൂമിൽ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ഈ ഏറ്റവും താഴത്തെ ഈ ബാത്റൂമിലൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നത് അറിയില്ല. പക്ഷെ നിലവിൽ പ്രാഥമിക പരിശോധന പ്രകാരം ആരും ഉണ്ടായിരുന്നിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ കിടക്കുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ്. ആരെയും മിസ്സിംഗ് ഉണ്ടെന്നുള്ള ഒരു വിവരമൊന്നും പറയുന്നില്ല. ഫയർഫോഴ്സും പോലീസും എത്തി ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. എന്തായാലും രണ്ടുപേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് കാണാം, ഈ വാർഡിനോട് ചേർന്നുള്ള അവിടെ കിടക്കുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും ഉപയോഗിക്കുന്ന ബാത്റൂമുകളാണ് ഈ ഒരു സൈഡിലുള്ളത്. അതാണ് താഴേക്ക്, അതിന്റെ ഒരു ബാക്ക് വശമാണ് താഴേക്ക് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ആ അവശിഷ്ടങ്ങൾ മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ. ഇതുവരെ ആരും മിസ്സിംഗ് ഉള്ളതായിട്ട് ഇപ്പോൾ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും രണ്ടുപേരാണ് ഈ അപകടത്തിൽ പെട്ടത്. അവർ രണ്ടുപേരെയും രക്ഷപ്പെടുത്തി എന്നാണ് ഇവിടെ നിന്നും പറയുന്നത്. ഇനി കൂടുതൽ ആരെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ടോബി ജോൺസൺ തരുന്ന ഇപ്പോൾ വരുന്ന വാർത്ത നേരിയ ആശ്വാസത്തിന്റെ വാർത്തയാണ്. ഉണ്ടായത് പക്ഷേ വലിയ അപകടമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു പ്രധാന ബിൽഡിങ്ങിന്റെ പ്രധാന ഭാഗം ഇങ്ങനെ ഇടിഞ്ഞ് ഒരു കൽക്കൂമ്പാരമായി കിടക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ നേരെ കാണുകയാണ്. ഇപ്പോഴും അവിടെ ഫയർഫോഴ്സ് എത്തി അതിനുള്ളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന തിരയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ആരും ഉണ്ടാവാതിരിക്കട്ടെ എന്നതാണ് ആഗ്രഹം, എന്നതാണ് പ്രാർത്ഥന. രണ്ടുപേർ അതിലുണ്ടായിരുന്നു. 45 വയസ്സുള്ള ഒരു സ്ത്രീയും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവരെ അപ്പോഴേക്കൊന്നും ഒരുപക്ഷെ ഒരു മെഡിസിൻ വിദ്യാർത്ഥി ആവണം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി ആവണം ആ കാര്യങ്ങൾ പറഞ്ഞത്. ചെറിയ പരിക്കളെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ICUവിലേക്ക് മാറ്റി ആ 45-കാരിയെയും കുട്ടിയെയും എന്നാണ് ആ വിദ്യാർത്ഥി, ഒരുപക്ഷെ മെഡിക്കൽ വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു അവൻ്റെ സംസാരത്തിൽ നിന്നും മെഡിക്കൽ വിദ്യാർത്ഥി പറഞ്ഞത്. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് അപകടമുണ്ടായത്? കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ ഒരുപാട് ആളുകൾ വരുന്ന ഒരു മെഡിക്കൽ കോളേജിലെ ഒരു ഭാഗം ഇത്തരത്തിൽ പൊളിഞ്ഞു വീഴാനിടയായ സാഹചര്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായ ഗൗരവതരമായ അന്വേഷണം ഉറപ്പായും ഉണ്ടായേ മതിയാവും. പക്ഷേ